Android programming. So dear students, today we will discuss about history of Android. കഴിഞ്ഞ ക്ലാസ്സിൽ ആൻഡ്രോയിഡിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൻഡ്രോയിഡിലെ മൊബൈൽ ഡിവൈസസിലെ പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആൻഡ്രോയിഡ് എന്തൊക്കെ കൺസെപ്റ്റുകൾ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഹിസ്റ്ററി. സോ എ സ്റ്റാർട്ടപ്പ് കമ്പനി called Android Inc. Corporation in 2005. 2005 ഫസ്റ്റ് ടൈം ഒരു കമ്പനി ലോഞ്ച് ചെയ്തത്. ആൻഡ്രോയിഡ് ഇൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഒരു കമ്പനി. അത് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. 4 പേര് കൂടി ചേർന്നിട്ടാണ് ആ കമ്പനി ഡെവലപ്പ് ചെയ്തത്. ആൻഡി റൂബിൻ, റിച്ച് മാനർ, നിക്ക് സീസ് ആൻഡ് ക്രിസ് വൈറ്റ്, 4 പേര് അടങ്ങുന്ന ഒരു ഫോം. ഇവരാണ് ഫസ്റ്റ് ടൈം ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പേരായിരുന്നു ആൻഡ്രോയിഡ് ഇൻ കോർപ്പറേഷൻ. ഓക്കെ. ദെൻ ആൻഡ്രോയിഡ് ആൽഫ in November 2007. 2005 അവർ ക്രിയേറ്റ് ചെയ്തത്. ദെൻ 2007 ആയതോടുകൂടെ ഫസ്റ്റ് അവരൊരു ആൻഡ്രോയിഡ് വെർഷൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേര് അവർ കൊടുത്തിരുന്നത് ഏർലി ലുക്ക് എന്നായിരുന്നു. ഫസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് ആൽഫ ഏർലി ലുക്ക് എന്ന പേരിലാണ് ഇറങ്ങുന്നത്. ദെൻ ആൻഡ്രോയിഡ് 1.0 വാസ് റിലീസ്ഡ് ഇൻ സെപ്റ്റംബർ 2008. ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2008 അത് 1 ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ആൻഡ്രോയിഡിന്റെ ഫസ്റ്റ് വെർഷൻ അവർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം ലാബിൽ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, സം കാണാനുള്ള പ്രോഗ്രാം അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തും 2 നമ്പർ ആഡ് ചെയ്യും, മൂന്നാമത്തെ ഒരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യും, അതിനുശേഷം പ്രിന്റ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് ഇത് കാണും, ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈം കണ്ടന്റ് ആയിരുന്നത്. അതുകൊണ്ടാണ് അതിന് AD ലുക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവർ തന്നെ അത് പ്രോഗ്രാം കണ്ടു, പ്രോഗ്രാം കുഴപ്പമില്ലാന്ന് തോന്നി, അവരെന്ത് ചെയ്തു, ജസ്റ്റ് അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം അത് കണ്ടന്റ് അവർ ഒരു അപ്ലിക്കേഷൻസ് എന്ന ഡെവലപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തു. ആ ഫസ്റ്റ് ഡിവൈസ് ആണ് പറഞ്ഞത് T-Mobile G1, ദ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് T-Mobile G1. അതിലോട്ട് ഫസ്റ്റ് അവർ ഇൻസ്റ്റാൾ ചെയ്തു അവരുണ്ടാക്കിയ ആപ്ലിക്കേഷൻ. നമ്മൾ ലാബിൽ നിന്ന് ഉണ്ടാക്കിയ സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം അവരെന്ത് ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ ആക്കി ഒരു CD-ലേക്ക് റൈറ്റ് ചെയ്തു. ആ രൂപത്തിലുള്ള കൺസെപ്റ്റ് അവിടെ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ടൈം അവർ ഡെവലപ്പ് ചെയ്തത് ഏർലി ലുക്ക് ആയിരുന്നു. പ്രോഗ്രാം ജസ്റ്റ് കണ്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം അതൊന്ന് ഡെവലപ്പ് ചെയ്തു. കറക്റ്റ് ഡെവലപ്പ് ചെയ്ത ശേഷം ഒരു ആപ്ലിക്കേഷൻ ആക്കി മാറ്റിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന രൂപത്തിൽ ഒരു മൊബൈലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തു. T-Mobile G1, ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ്. ഓക്കെ. ദെൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിലുള്ള ഫാൾട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരു അപ്ഡേഷൻ വരും അല്ലേ. അതന്നെ ആൻഡ്രോയിഡ് 1.1 നെക്സ്റ്റ് വെർഷൻ ഉദ്ദേശിച്ച് ജസ്റ്റ് ഒരു അപ്ഡേഷൻ നടത്തി. ദാറ്റ് ഈസ് മേജർ അപ്ഡേഷൻസ് ഉണ്ടെങ്കിലാണ് ഇവിടെ 1 2 ആയി മാറുള്ളൂ. ചെറിയ അപ്ഡേഷൻസ് ആണെങ്കിൽ 1.1 1.2 1.1.2 എന്നൊക്കെ വരും. ഓക്കെ. ദെൻ വാസ് റിലീസ്ഡ് ഇൻ ഫെബ്രുവരി 2009. വളരെ കുറഞ്ഞ ഡിഫറൻസ് ഉള്ളൂ അല്ലേ. സെപ്റ്റംബറിൽ റിലീസ് ചെയ്തത് ഫെബ്രുവരി ആയപ്പോഴേക്കും എന്ത് ചെയ്തു, അതിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻസ് റിലീസ് ചെയ്തു. സോ ആൻഡ്രോയിഡ് 1.0 1.1 2 വെർഷൻസ് റിലീസ് ചെയ്തു. അതിനുശേഷം ഇറങ്ങിയ എല്ലാ വെർഷൻസും ഒരു ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു അല്ലെ. നോക്കി, C ഫോർ കപ്പ് കേക്ക്, D ഫോർ ഡോണറ്റ്, E ഫോർ എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണി കോംബ്, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ദെൻ ലോലിപോപ്പ്. നെക്സ്റ്റ് വെർഷൻ മാഷ്മെല്ലോ, നോഗട്ട്, ഓറിയോ, പൈ. ദെൻ ആൻഡ്രോയിഡ് 10 9.0 വെർഷൻ പൈ ആണ് റിലീസ് ആയത്. ശേഷം ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞ വെർഷനാണ് റിലീസ് ആയത് അല്ലെ. അവിടെ ക്യൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലായിരുന്നില്ല. ഇത് ഓരോന്നും ഓരോ സ്വീറ്റ് നെയിംസ് ആണ് അല്ലെ, ഓരോ സ്വീറ്റ് നെയിംസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞ സമയത്ത് അത് സെപ്പറേറ്റ് ആൻഡ്രോയിഡ് 10 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് റിലീസ് ചെയ്തത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആൻഡ്രോയിഡ് 11 കൂടെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11. ഓക്കെ. 11 ഉദ്ദേശിച്ചത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് സെപ്റ്റംബറിലാണ്. ഈ ഒരു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആൻഡ്രോയിഡ് 11 റിലീസ് ചെയ്തത്. ഓക്കെ. നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. ഓരോ വെർഷൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ്രോയിഡ് 1.0 ആൻഡ് 1.1 അല്ലെ. ഫസ്റ്റ് വെർഷൻ നമുക്ക് ഇറക്കിയതായിരുന്നു അല്ലെ. ഒരു കമ്പ്യൂട്ടറിലെ ഒരു ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു ആൻഡ്രോയിഡ് 1.0 എന്ന് പറഞ്ഞ ഫസ്റ്റ്. അതിലായിട്ടായിരുന്നു അതിന് ഫസ്റ്റ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ എന്ന് അറിയപ്പെടുന്നത്. ഡിഡ് നോട്ട് സപ്പോർട്ട് സോഫ്റ്റ് കീബോർഡ്സ്. പക്ഷെ ഫസ്റ്റ് തന്നെ ആ പ്രോഗ്രാമിൽ ഒരു ഫോൾട്ട് ആയിരുന്നു ഇതിന്. ഡിഡ് നോട്ട് സപ്പോർട്ട് സോഫ്റ്റ് കീബോർഡ്സ് ഉണ്ടായിരുന്നില്ല. സോഫ്റ്റ് കീബോർഡ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കണ്ടന്റുമായി ബന്ധപ്പെട്ട കീബോർഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഓവർകം ചെയ്തിട്ടായിരിക്കും ഒരു വെർഷൻസിന്റെ ഡ്രോബാക്ക് എന്താന്ന് നോക്കും, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കിയതിനു ശേഷം അത് ഓവർകം ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് വെർഷൻ റിലീസ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വെർഷനിൽ അവർ എന്ത് ചെയ്തു, അതൊക്കെ ഓവർകം ചെയ്തു. ഓക്കെ. ആൻഡ്രോയിഡ് 1.1 ഇതാണ് കപ്പ് കേക്ക്, C എന്ന് പറഞ്ഞ നെക്സ്റ്റ് വെർഷൻ റിലീസ് ചെയ്തത്.
ഓക്കെ, സോഫ്റ്റ് കീബോർഡ് അല്ലെ, ഇവിടുത്തെ ഡ്രോബാക്ക് ആണ് സോഫ്റ്റ് കീബോർഡ്, അത് റിലീസ് ചെയ്തു. ദെൻ അഡ്വാൻസ്ഡ് മീഡിയ റെക്കോർഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇൻബിൽഡ് ചെയ്ത് വർക്ക് ചെയ്തു വന്നു. ദെൻ വിഡ്ജറ്റ്, ലൈവ് ഫോൾഡേഴ്സ്, ഇതെല്ലാം ഇപ്പോൾ ഉള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഫസ്റ്റ് വന്നത് ഇതായിരുന്നു ആൻഡ്രോയിഡ് 1.5 കപ്പ് കേക്ക് വെർഷനിലാണ്. നമ്മൾ ഓർത്ത് വെക്കുക, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഡിവൈസസിൽ ഇതെല്ലാം ഓൾറെഡി ഉണ്ടാവും. ഇപ്പൊ ഓരോ വെർഷൻസ് പറയുമ്പോഴുള്ള കണ്ടന്റ് എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള സിസ്റ്റം, ഇപ്പൊ നമ്മളിപ്പോ ലാപ്ടോപ്പും ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണ്. ആദ്യ കാലത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റം കമ്പ്യൂട്ടർ എന്ന് നമുക്കറിയാം, വലിയൊരു റൂം കംപ്ലീറ്റ് ഒരു മെഷീൻ ആയിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാം റെഡ്യൂസ് ചെയ്ത് ഈ രൂപത്തിലേക്ക് എത്തി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഇത് പറയുന്ന ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ കണ്ടന്റ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് 1.1 1.5 എന്നൊക്കെ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഓർത്ത് വെക്കുക, വിഡ്ജറ്റ് ഒക്കെ ഫസ്റ്റ് വരുന്നത് എവിടെ വെച്ചിട്ടാണ്? 1.5 എന്ന് പറഞ്ഞ കപ്പ് കേക്ക് എന്ന വെർഷനിലാണ്. ഓക്കെ, കപ്പ് കേക്കിന്റെ വെർഷൻ നോക്കിയേ, വെർഷൻ ഇതാണ് കപ്പ് കേക്ക് 1.5 എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് വെർഷൻ. ആക്ച്വലി കപ്പ് കേക്ക് എന്ന സ്വീറ്റ് നെയിം ആണ്, അറിയാം അല്ലെ. ആ സ്വീറ്റിന്റെ പിക്ചർ ഒന്ന് കാണിക്കാം. ഓക്കെ, അത് നോക്കി, ഇതാണ് കപ്പ് കേക്ക്. ആക്ച്വലി കപ്പ് കേക്ക് എന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആൻഡ്രോയിഡ് 1.6 ഡോണറ്റ്. ഡി ഫോർ ഡോണറ്റ്. ഡോണറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി വെർഷൻ. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതാണ് ഡോണറ്റിന്റെ വെർഷൻ. സിമ്പിൾ കണ്ടില്ലേ ഡോണറ്റ്. ദെൻ അതിന്റെ ആക്ച്വൽ പിക്ചർ, സ്വീറ്റ്, അതിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇതാണ് ഡോണറ്റ് എന്ന് പറഞ്ഞ സ്വീറ്റ്. ഓക്കെ, ദെൻ ഈ ഡോണറ്റ് ഇറങ്ങി അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് 2.0 എക്ലെയർ റിലീസായി. അതുകൊണ്ട് ഏകദേശം ഇത് രണ്ടും സെയിം ആണ്, വളരെ സ്ലൈറ്റ് വേരിയേഷൻസ് ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാനുള്ള കണ്ടന്റുകളില്ല, അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് എഴുതിയുള്ളത്. ഓക്കെ, 2.0 എക്ലെയർ റിലീസ് ചെയ്തപ്പോൾ അഡ്വാൻസ്ഡ് സെർച്ച് കാപ്പബിലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടാണ് അഡ്വാൻസ്ഡ് സെർച്ച് കാപ്പബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വേറൊന്നാണ് ടെക്സ്റ്റ് ടു സ്പീച്ച് അല്ലെ. സ്പീച്ച് നമ്മൾ ഓഡിയോ അല്ല കണ്ടന്റ്, ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് ആയിട്ട് നമുക്ക് ഡിക്രിപ്റ്റ് ചെയ്ത് കിട്ടും. ആ ഒരു കണ്ടന്റ് ഇതാണ് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞ കണ്ടന്റ്. ഇതും കൂടെ ആഡ് ചെയ്ത് വന്നു എക്ലെയർ വെർഷനിൽ, അതായത് 2.0. സോ അതിന്റെ വെർഷൻ നോക്കിയേ, എക്ലെയർ. ഇതാണ് എക്ലെയറിന്റെ ആൻഡ്രോയിഡ് വെർഷൻ 2.0 ആൻഡ് 2.1. രണ്ട് വെർഷൻസിൽ ജസ്റ്റ് സ്ലൈറ്റ് വേരിയേഷൻസ് ആകുമ്പോഴാണ് ഈ 1.1 2.0 2.1 2.2 എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്നത്. അതുപോലെ അതിന്റെ സ്വീറ്റ് നെയിം നോക്കിയേ, നോർമൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എക്ലെയർ ഇതുപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആൻഡ്രോയിഡ് 2.2 റിലീസ് ചെയ്തു, ദാറ്റ് ഈസ് ഫ്രോയോ. F4 ഫ്രോയോ എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ്. USB ടെതറിംഗ്, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന USB ടെതറിംഗ് വന്നുള്ളത് എവിടെയാണ്? 2.2 ഫ്രോയോ എന്ന് പറഞ്ഞ കണ്ടന്റിലാണ് വന്നുള്ളത്. അതുപോലെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഈ ഒരു വെർഷനിലാണ്, ഫ്രോയോ ഓൺവേർഡ്സ് ആണ് വന്നുള്ളത്. അഡോബ് ഫ്ലാഷ് പ്ലെയർ, ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന എല്ലാം ഫ്ലാഷ് പ്ലെയർ അവൈലബിൾ ആണ്, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ അവൈലബിൾ ആണ്. പക്ഷെ ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന അഡോബിന്റെ ഫ്ലാഷ് പ്ലെയർ ഈ ഫസ്റ്റ് വെർഷനായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു 2.2 ഫ്രോയോ എന്ന് പറഞ്ഞ വെർഷനിലായിരുന്നു. ഇതാണ് ആൻഡ്രോയിഡിന്റെ ആ ഒരു വെർഷൻ എന്ന് പറയുന്നത്, 2.2 ഫ്രോയോ. ഓക്കെ, ഇതാണ് ഫ്രോയോ, കണ്ടോ, ഈ ഒരു സിമ്പിൾ ആണ് അത്. 2.2 2.2.3 കണ്ടോ, അത് വളരെ വളരെ ചെറിയ മൈന്യൂട്ടായ പ്രശ്നം വരുമ്പോൾ വീണ്ടും അവർ വെർഷൻ മാറ്റിയിട്ടുണ്ട് 2.2.2 0.3. അപ്പൊ ആ രൂപത്തേക്ക് വീണ്ടും അവര് അതിന്റെ ഡാറ്റ കൊണ്ടുവന്നു. ഓക്കെ, ദെൻ അതിന്റെ സ്വീറ്റ്സ് നോക്കി, ഇതാണ് ഫ്രോയോ എന്ന് പറഞ്ഞ കണ്ടന്റ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നെക്സ്റ്റ് വെർഷൻ ആണ് ആൻഡ്രോയിഡ് 2.3 ജിഞ്ചർ ബ്രെഡ്. സിംഗിൾ വേർഡ് ആണ്, ജിഞ്ചർ ബ്രെഡ് ആണ് കണ്ടന്റ്. ക്യാമറ ആൻഡ് വീഡിയോ ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻ. നമ്മൾ ക്യാമറ അതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡിം ലൈറ്റ്, ലോ ലൈറ്റ്, നൈറ്റ് മോഡ്, പല രൂപത്തിലും പല ഫോണിലും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ടെക്സ്റ്റുകൾ. പക്ഷെ കണ്ടതാണ് ലോ ലൈറ്റ് കണ്ടീഷനിലും അത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഇൻബിൽഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2.3 എന്ന് പറഞ്ഞ ജിഞ്ചർ ബ്രെഡിലാണ്. ഓക്കെ, ദെൻ ഇൻസ്റ്റലേഷൻ ഓഫ് ആപ്സ് ഫ്രം SD കാർഡ്. അപ്പൊ ഇപ്പോഴും നമുക്കറിയില്ല, ഫോണിലെ SD കാർഡ് നമുക്ക് എന്ത് ചെയ്യാം, APK വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക, APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ചോദിക്കും, ഇതൊരു അതായത് എക്സ്റ്റേണൽ ഡിവൈസ് എന്നാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് സിസ്റ്റം ഹാംഫുൾ ആവാം എന്ന് പറഞ്ഞ മെസ്സേജ് കാണാറുണ്ട് അല്ലേ. അവിടെ ഒരു അൺചെക്ക് ചെയ്യാറുണ്ട് ഓപ്ഷൻ, അത് ടിക്ക് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സെറ്റിംഗ്സിൽ. അപ്പൊ അതുപോലെ അതിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എവിടെ വെച്ചിട്ടായിരുന്നു? ഈ 2.3 എന്ന വെർഷൻ. അതുവരെ ഉണ്ടായിരുന്നു പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോർ ആണ് സ്റ്റോർ, ആ സ്റ്റോറിൽ നിന്ന് ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സെക്യൂർഡ് ആയിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് എവിടെ നമുക്ക് APK ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയത് ഏത് വെർഷനാണ്? ജിഞ്ചർ ബ്രെഡിലാണ്. അതുപോലെ സെൻസേഴ്സ് ആഡ് ചെയ്തു, എക്സ്ട്രാ ഒരുപാട് സെൻസേഴ്സ് ഉണ്ടായിരുന്നു, ഓരോ സെൻസർ ആഡ് ചെയ്ത് വന്നു.
പിന്നെ വീഡിയോ ചാറ്റ്സ്, ഓഡിയോ ചാറ്റ്സ്, അതുപോലെ ടെക്സ്റ്റുകൾ മാത്രം സെൻഡ് ചെയ്യാൻ വലിയ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. വീഡിയോ ചാറ്റും കൂടെ അവൈലബിൾ ആക്കി ഏത് വെർഷനുള്ള ജിഞ്ചർ ബെഡിൽ. ഓക്കെ, ജിഞ്ചർ ബെഡിന്റെ വെർഷൻ ഏതാ നോക്കി, ഇതാണ് ജിഞ്ചർ ബെഡ്. നമുക്ക് കടയിൽ നിന്നൊക്കെ സ്വീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ സിമ്പിൾ ആണിത് 2.3 ആൻഡ്രോയിഡ് 2.3 ജിഞ്ചർ ബെഡ്. അതിന്റെ സ്വീറ്റ്സ് നോക്കി, ഇതാണ് ജിഞ്ചർ ബെഡിന്റെ ആക്ച്വൽ സ്വീറ്റ്സ്. ഇതൊക്കെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടണം കേട്ടോ, നമ്മൾ ഇവിടെ നാട്ടിലൊക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 3.0, ദാറ്റ് ഈസ് ഹണി കോംബ്. ഇതൊരു വേരിയേഷൻ ആണ്. ഇവിടെ നിന്നാണ് ഒരു ഡൈവേർഷൻ വരുന്നത്. ഇത് എന്തായാലും ഓർത്ത് വെക്കണം അല്ലെ, വെർഷനിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്ന ഒരു ഡീവിയേഷൻ ആണ് ഇവിടെ വെച്ചിട്ട്. ആൻഡ്രോയിഡ് 3.0, ദാറ്റ് ഈസ് ഹണി കോംബ്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ടാബ്ലറ്റ്. അപ്പൊ ഇത്രയും പഴയ വെർഷൻസിലൊക്കെ 2.3 വരെയുള്ള വെർഷൻസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മൊബൈൽ ഫോണിന്റെ വെർഷൻസ് ആയിരുന്നു. മൊബൈലിലായിരുന്നു ഇതൊക്കെ ആഡ് ചെയ്തിരുന്നത്. അതിനുശേഷമായിരുന്നു എന്തായിരുന്നു ഈ ടാബ്ലറ്റ് എന്ന കൺസെപ്റ്റ് വരുന്നതാണ് ഇവിടെ വെച്ചിട്ട്. ഫോക്കസ്ഡ് ഓൺ ടാബ്ലറ്റ്. ഈ ഹണി കോംബ് വെർഷൻ ഓൺലി ഫോർ ടാബ്ലറ്റ് ആണ്. ഡുവൽ കോർ പ്രോസസർ. ഇതുവരെ സിംഗിൾ കോർ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ട് പ്രോസസറിന്റെ എണ്ണം അവരെന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഡുവൽ കോർ ആക്കി. കാരണം ടാബ്ലറ്റ് യൂസ് ചെയ്യല്ലേ. ടാബ്ലറ്റ് ആകുമ്പോൾ എന്താ പ്രത്യേകത, യൂസ് ലാർജ് സ്ക്രീൻ, വലിയ സ്ക്രീനാണ് വരിക ടാബ്ലറ്റ്. 7 ഇഞ്ച് ഓൺവേർഡ്സ് ആണ് ഈ ടാബ്ലറ്റ് എന്ന് നമുക്ക് അറിയപ്പെടുന്നത്. അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ കൺവേർട്ട്, നമ്മൾ പഴയ രൂപത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ നമ്മൾ ചിന്തിക്കരുത്. 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അത് ടാബ്ലറ്റ് ആണ്. 7 ഇഞ്ച് ഓൺവേർഡ്സ്, ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് പറയുന്നത്, ഈ ലാർജ് സ്ക്രീൻ എന്ന് പറയുന്നത്. ദെൻ ആക്ഷൻ ബാർ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഈ ഫെസിലിറ്റി ഒക്കെ വന്നത് ഈ ഒരു വെർഷനിലാണ്. ആക്ഷൻ ബാർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ മുകളിൽ നമ്മൾ ടൈറ്റിൽ ബാർ പോലെ കാണുന്നില്ലേ, അതാണ് ആക്ഷൻ ബാർ എന്നാണ്. ഈ ആക്ഷൻ ബാർ, അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി, ഇതൊക്കെ ആഡ് ചെയ്തത് എവിടെയായിരുന്നു, ഹണി കോംബിലായിരുന്നു. ഈ ടാബ്ലറ്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ അറിയില്ല. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പിലാണ് ടാബ്ലറ്റ് ഉപയോഗിക്കുക. മൊബൈൽ ഫോൺ പോർട്രേറ്റ് മോഡിലാണ് ഉപയോഗിക്കുക അല്ലെ, ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ് ഉപയോഗിക്കുക. ലാൻഡ്സ്കേപ്പിൽ ഗെയിമൊക്കെ കളിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് രൂപത്തിലാണ് ഹണി കോംബ്, അതായത് ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അത്രയും കൺസെപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവര്, യൂസ് ലാർജ് സ്ക്രീൻ എന്ന കണ്ടന്റ് യൂസ് ചെയ്തു. ഓൺലി ടാബ്ലറ്റ്. ഇത് മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇല്ല, ഈ ഒരു ആൻഡ്രോയിഡ് വെർഷൻ ഇല്ല. കംപ്ലീറ്റ് എന്തായിരുന്നു, ടാബ്ലറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്കാണ് അത് ഇൻബിൽഡ് ചെയ്ത്. നോക്കിയേ, ഹണി കോംബിന്റെ പിക്ചർ, ഇത് അതിന്റെ വെർഷൻ ആണ്, ഹണി കോംബ് വെർഷൻ. ഇപ്പോൾ ഹണി കോംബ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതൊന്നുമില്ല, ഒരു സ്വീറ്റ് നെയിം, ആക്ച്വലി സ്വീറ്റ് അല്ലെങ്കിലും, സ്വീറ്റ് നെയിം അല്ല എങ്കിലും അതൊരു പ്രോഡക്റ്റ് നെയിം അല്ല അല്ലെ. നമുക്ക് എന്താണ് ഹണി കോംബ് ഉദ്ദേശിച്ചത്, തേനീച്ചയുടെ കൂടുണ്ടല്ലോ, അതെ, ആ ഒരു കൺസെപ്റ്റിലാണ് ഹണി കോംബ് എന്ന് പറഞ്ഞു വരുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ അല്ല, ബാക്കിയുള്ള എല്ലാ സ്വീറ്റ്സും ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ മാത്രമല്ല. അതാണ് വ്യത്യാസം വരുന്നത്. ഹണി കോംബ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡീവിയേഷൻ ആണ് പ്രത്യേകം കൊടുത്തിരിക്കുക. ടാബ്ലറ്റ് വേണ്ടിയിട്ടാണ്. അതിന്റെ വെർഷൻ 3.0 ആണ് ഹണി കോംബ്. ക്ലിയർ. നെക്സ്റ്റ് വെർഷൻ ആണ് ആൻഡ്രോയിഡ് 4.0. ഇവിടെ ഒരു പ്രത്യേകത, നേരത്തെ ടാബ്ലറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് മൊബൈൽ ഫോണിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത വെർഷൻ ആണ് ഈ 4.0. ഇറ്റ് ഈസ് ഐസ്ക്രീം സാൻഡ്വിച്ച്. ഓക്കെ, ഈ ഒരു വെർഷൻ ഐസ്ക്രീം സാൻഡ്വിച്ച് എന്ന വെർഷൻ ടാബ്ലറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് മുമ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് കംപ്ലീറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു, ഒരു മൊബൈൽ ഫോണിലേക്ക് വന്നു. HD സ്ക്രീൻ അല്ലെ. കാരണം ടാബ്ലറ്റ് സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് മെയിൻലി. ഫസ്റ്റ് വൺ ഗെയിം കളിക്കാൻ, സെക്കൻഡ് വൺ ബ്രൗസ് ചെയ്യാൻ, ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ. അതായത് നമ്മുടെ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെ അത് ലാൻഡ്സ്കേപ്പിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ യൂസേജ് ആണ് ശരിക്കും മൊബൈൽ ഫോണിന്റെ യൂസ് അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ഉപയോഗിക്കാം, എവിടെ, ടാബ്ലറ്റിൽ ഉപയോഗിക്കാം. അപ്പൊ അത് അതിന്റെ പർപ്പസ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ HD സ്ക്രീൻ, ഗെയിം കളിക്കണമെങ്കിൽ ഹൈ ഡെഫിനിഷൻ വേണം. അപ്പൊ ആ സ്ക്രീൻ അവർ ഫിറ്റ് ചെയ്തു. അതുപോലെ അൺലോക്ക് സ്ക്രീൻ ഇൻ ഡിഫറെന്റ് വേസ്. സ്ക്രീൻ അൺലോക്ക് ചെയ്യാറില്ലേ, ഇങ്ങനെ പിൻ നമ്പർ അടിക്കാം, സെക്യൂരിറ്റി കോഡ് അടിക്കാം, അല്ലെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം, പിന്നെ പാറ്റേൺ ലോക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഡിഫറെന്റ് വേസിൽ അവരെന്ത് ചെയ്തു, ഈ ലോക്ക് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന കണ്ടന്റ് ആഡ് ചെയ്തു. ക്യാമറ, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ്, ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം അവരെന്ത് ചെയ്തു, എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് 4.0 ഓൺവേർഡ്സ്. ദെൻ വീഡിയോ, ഫോട്ടോ, ലിവ് എഫക്റ്റ്, ഈ വീഡിയോക്കും ഫോട്ടോസൊക്കെ ലിവ് എഫക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. റോബോട്ടോ ഫോണ്ട് ഫാമിലി ഇൻസ്റ്റാൾഡ്. ഇതൊരു ഫോണ്ടാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള ബൈ ഡീഫോൾട്ട് ഫോണ്ട് റോബോട്ടോ ഫോണ്ട് ഫാമിലി. അത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത് 4.0 എന്നാണ് വെർഷനിലാണ്. ഇന്റഗ്രേറ്റഡ് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കണ്ടന്റ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടാണ് 4.0 എന്ന് പറഞ്ഞ ഈ ഒരു വെർഷനിലാണ് ഐസ്ക്രീം സാൻഡ്വിച്ച്. ക്ലിയർ. ആൻഡ്രോയിഡ് 4.0 ഐസ്ക്രീം സാൻഡ്വിച്ചിന്റെ വെർഷൻസ് നോക്കിയേ. ഇതാണ് ആൻഡ്രോയിഡിന്റെ വെർഷൻ 4.0 ഐസ്ക്രീം സാൻഡ്വിച്ച്. ഓക്കെ, മെയിൻ വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ സ്വീറ്റ് നോക്കിയേ, ഐസ്ക്രീം സാൻഡ്വിച്ച്.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ആൻഡ്രോയിഡ് 1.1 that is ജെല്ലി ബീൻ. ഈ ജെല്ലി ബീൻ ഒരു സ്റ്റാൻഡേർഡ് വെർഷൻ ആയിരുന്നു, ബേസിക്കലി ഫോർ ടാബ്ലറ്റ്. ഇപ്പോഴും ടാബ്ലറ്റുകളിൽ ജെല്ലി ബീനിലെ വെർഷൻ അവൈലബിൾ ആണ്. കാരണം അതൊരു സ്റ്റാൻഡേർഡ് വെർഷൻ. നമുക്ക് ഒരുപാട് വെർഷൻസ് ഇറങ്ങുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ബേസിക് സ്റ്റാൻഡേർഡ് വെർഷൻ ആക്കി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലെ കണ്ടന്റ് പറഞ്ഞാൽ സ്മൂത്ത് യൂസർ ഇന്റർഫേസ്. ഓക്കെ, നമ്മൾ ഇപ്പോഴും നമുക്കറിയാം XP ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപാട് പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. XPന്റെ സപ്പോർട്ട് ഒഴിവാക്കി എന്ന് പറയണ്ടായിരുന്നു. അതുപോലെ വിൻഡോസ് 7ന്റെ സപ്പോർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ 8 അല്ലെങ്കിൽ 10 ഇതാണ് വിൻഡോസിന് ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ പോലും ഇപ്പോഴും പല മെഷീനുകളും പല ആളുകളും യൂസ് ചെയ്യുന്നത് വിൻഡോസ് XP വേർഷൻ. കാരണം അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു കണ്ടന്റ്. അതേ രൂപത്തിലൊരു ഓപ്ഷനാണ് ഇവിടെ ജെല്ലി ബീൻ എന്ന കണ്ടന്റ്. സ്മൂത്ത് യൂസർ ഇന്റർഫേസ് ആണ്. ഓക്കെ, ദെൻ ബൈ ഡയറക്ഷണൽ ടെക്സ്റ്റ് ആൻഡ് അതർ ലാംഗ്വേജ് സപ്പോർട്ട്. ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതാൻ കഴിയും, റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പൊ അറബിക് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ ബൈ ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. അങ്ങനെ അതുപോലെയുള്ള എക്സ്ട്രാ ലാംഗ്വേജസ് എന്ത് ചെയ്യും, സപ്പോർട്ട് കൊടുത്തു. ദെൻ മൾട്ടി ചാനൽ ഓഡിയോ പല ടൈപ്പ് ചാനൽസ് നമുക്ക് ഓഡിയോ സപ്പോർട്ട് ചെയ്താൽ പറ്റും. അതുപോലെ മൾട്ടിപ്പിൾ യൂസർ അക്കൗണ്ട് ടാബ്ലറ്റ് ഓൺലി. കാരണം ഇവിടുന്ന് ഈ 3.0 ഓൺവേർഡ്സ് ബാക്കി എല്ലാ വർഷവും, അതായത് ഈ 3.0 ടാബ്ലറ്റിലാണ്. ദെൻ 4.0, 4.1 നെക്സ്റ്റ് വരുന്ന എല്ലാ വെർഷനിലും ടാബ്ലറ്റിലോട്ടും അതുപോലെ മൊബൈലിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ യൂസർ അക്കൗണ്ട് എന്ന കൺസെപ്റ്റ് ടാബ്ലറ്റിൽ മാത്രമേ യൂസ് ചെയ്യുന്നു. കാരണം ടാബ്ലറ്റ് ഒരു കമ്പ്യൂട്ടർ പോലെ യൂസ് ചെയ്യാലോ. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യൂസർ നെയിം. ഓക്കെ, ഇപ്പൊ യൂസർ അക്കൗണ്ട്സ്, മൾട്ടിപ്പിൾ യൂസർ അക്കൗണ്ട്സ് ആഡ് ചെയ്തുള്ളത് 4.1 ജെല്ലി ബീനിലായിരുന്നു. ദെൻ ഡയൽ പാഡ് ഓട്ടോ കംപ്ലീറ്റ്. ഡയൽ പാഡിൽ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ 995 നടക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഇതിന് മുമ്പ് അതേ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് അത് ഫില്ല് ചെയ്ത് വരും ഡയൽ പാഡിൽ, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് എന്ത് ചെയ്ത് കോൾ ചെയ്താൽ മതി, കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതുപോലെ നെയിം അടിക്കുമ്പോഴും, നെയിം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴും ഡയൽ പാഡിൽ ഓട്ടോമാറ്റിക് ഡയൽ പാഡിൽ നമ്മൾ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ ബാക്കിയുള്ള കണ്ടന്റ് ഒരു തവണ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കണ്ടന്റും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ഏത് വെർഷനാ, ജെല്ലി ബീൻ. അതൊരു സ്റ്റാൻഡേർഡ് വെർഷനാണ് കേട്ടോ. അപ്പൊ അതിന്റെ കണ്ടന്റ് നോക്കി, ആൻഡ്രോയിഡ് 4.2 that is ജെല്ലി ബീൻ. ഇതാണ് ബീൻസ്, ജെല്ലി ബീൻ. പിന്നെ അതിന്റെ സ്വീറ്റ്സ് നോക്കി, ഇതാണ് ജെല്ലി ബീൻ. കണ്ടുണ്ടാവും അല്ലെ, കഴിച്ചില്ലേ? കണ്ടാൽ മാത്രം പോരല്ലോ, കഴിക്കുമല്ല, ടേസ്റ്റ് അറിയണ്ടേ. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻഡ്രോയിഡ് 4.4 that is കിറ്റ്കാറ്റ് വെർഷൻ. അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഫോണൊക്കെ നിങ്ങളെ കയ്യിലൊക്കെ എത്തുമ്പോഴേക്കും കിറ്റ്കാറ്റ് വെർഷൻ ഒക്കെ ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള വെർഷൻ ആയിരിക്കും. റെസ്ട്രിക്ട് ഫോർ ആപ്സ് വെൻ ആക്സസിങ് എക്സ്റ്റേണൽ സ്റ്റോറേജ്. അല്ലെ, നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജിന്റെ കണ്ടന്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ SD കാർഡിന് ഡൗൺലോഡ് ചെയ്യുന്ന സേവ് ചെയ്യുന്ന കണ്ടന്റ്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആ റെസ്ട്രിക്ഷൻ കൊടുത്തുള്ള ഇവിടെയാണ്. അത് നമ്മൾ സെറ്റിംഗ്സിൽ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് റെസ്ട്രിക്ഷൻ ചോദിക്കും, നിങ്ങൾ SD കാർഡിന് പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല, അതിന് പെർമിഷൻ വേണം ചോദിക്കും. അപ്പൊ നമ്മൾ സെറ്റിംഗ്സ് കയറിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു അവിടെ ടിക്ക് ഓപ്ഷൻ കൊടുക്കും അല്ലെ, അൺചെക്ക് ചെയ്തതിന്റെ ഓപ്ഷൻ ആയിരിക്കും, അത് ചെക്ക്ഡ് ആക്കി മാറ്റും, എന്നിട്ട് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻ വന്നത് എവിടെ വെച്ചിട്ടാണ്, 4.4. അതുവരെ SD കാർഡിനും ഒരു ഫ്രീ ആയിട്ട് നമുക്ക് SD കാർഡിന് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, ഒരു പെർമിഷൻ ആരും ചോദിക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻ ആഡ് ചെയ്ത് വന്ന എവിടുന്ന, 4.4 അത് കിറ്റ്കാറ്റ് വെർഷനില്ല. ദെൻ വയർലെസ് പ്രിന്റിംഗ്. വയർലെസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം, വയർഡ് അല്ലാത്ത രൂപത്തിൽ, വയർഡ് കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഡിവൈസ് വെച്ചിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് വയർലെസ് പ്രിന്റിംഗ് ആക്സസിബിൾ ആക്കും. ഗൂഗിൾ ക്രോം ഫോർ ആൻഡ്രോയിഡ്. നമ്മുടെ എല്ലാ ഫോണിലും ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോണിലും ഗൂഗിൾ ക്രോം ഇൻബിൽഡ് ആണ് അല്ലെ. ആദ്യ കാലത്ത് ഗൂഗിൾ ക്രോം ഇല്ലായിരുന്നു. ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ ഇല്ലായിരുന്നു. മുമ്പ് എന്തായിരുന്നു, ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ഫോണിലും ബൈ ഡീഫോൾട്ട് ബ്രൗസർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൂടാതെ ഗൂഗിൾ ക്രോം എന്നുള്ള വെർഷൻ ഒരു ബ്രൗസറും കൂടെ ആഡ് ചെയ്തു. ഇത് 4.4ലാണ് ആഡ് ചെയ്ത് വന്നത്. അതുപോലെ മോർ സെൻസേഴ്സ്. സെൻസേഴ്സിന്റെ കാര്യം നോക്കിയേ, ഇപ്പോഴൊക്കെ ഫോൺ വാങ്ങുമ്പോൾ ഒരു 3-4 ലൈൻസ് കോമട്ട് കൊടുത്തിട്ടുണ്ടാവും സെൻസേഴ്സിന്റെ, ഏതൊക്കെ സെൻസർ ഉള്ളത്. പക്ഷെ നമ്മളതിൽ ആകെ 3-4 സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. ദെൻ വെരിഫൈഡ് ബൂട്ടിംഗ്. ബൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം വെരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് ബൂട്ട് ചെയ്ത് വരുന്ന കണ്ടന്റ് ആഡ് ചെയ്ത് തന്നു. ദെൻ GPS സപ്പോർട്ട്. GPS സപ്പോർട്ടും കൂടെ ആഡ് ചെയ്ത് വന്ന വെർഷനാണ് 4.4 that is കിറ്റ്കാറ്റ് വെർഷൻ. കണ്ടിട്ടുണ്ടാവും അല്ലെ, ആൻഡ്രോയിഡ് വെർഷൻ കിറ്റ്കാറ്റ്. ദെൻ അതിന് സ്വീറ്റ് നെയിം നോക്കി, ഇതാണ് സ്വീറ്റ്, കിറ്റ്കാറ്റിന്റെ സ്വീറ്റ്. കണ്ടിട്ടുണ്ടാവും, വളരെ സുലഭമായി കിട്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 5.0 that is ലോലിപോപ്പ്. ഇംപ്രൂവ്ഡ് ഗാർബേജ് കളക്ഷൻ. CPP ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഗാർബേജ് കളക്ഷൻ, മെമ്മറിയുടെ വേസ്റ്റേജ് കുറക്കുന്ന കണ്ടന്റ് ആണ് ഗാർബേജ് കളക്ഷൻ. ആ ഒരു കണ്ടന്റ് കൂടെ എക്സ്ട്രാ ഇംപ്രൂവ് ചെയ്ത് വന്നു. ദെൻ ഡാൽവിക് റീപ്ലേസ്ഡ് ഇൻടു ജസ്റ്റ് ഇൻ ടൈം. ഡാൽവിക് വിർച്വൽ മെഷീൻ ആണ് ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്താണ് ആൻഡ്രോയിഡ് റൺ ചെയ്യുന്നത്. നമ്മൾ പഠിക്കും, കണ്ടന്റ് പഠിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ അത് മാറിയിട്ട് ഈ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ജിറ്റ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇൻ ടൈം അത് റീപ്ലേസ് ചെയ്ത് വന്നു. ക്ലിയർ. ദെൻ സപ്പോർട്ട് 64 ബിറ്റ്. ഓൾറെഡി നമ്മൾ 32 ബിറ്റിലാണ് കണ്ടന്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിനുശേഷം 64 ബിറ്റിലും കൂടെ ആൻഡ്രോയിഡ് വെർഷൻ അവൈലബിൾ ആയി. ഓക്കെ. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ കപ്പറേറ്റ് നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് എന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഒരു ആപ്ലിക്കേഷൻ അല്ല. സോ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താണ്. അപ്പൊ അതിന്റെ 32 ബിറ്റ് വെർഷൻ ഉണ്ടായിരുന്ന 64 ബിറ്റും കൂടെ ഇൻബിൽഡ് ആയിട്ട് വന്നു. അതുപോലെ പ്രിന്റ് പ്രിവ്യൂ അവൈലബിൾ ആക്കി. റീസെന്റ് യൂസ്ഡ് ആപ്സ് ആർ റിമെമ്പേർഡ് ഈവൻ ആഫ്റ്റർ റീസ്റ്റാർട്ട് ദ ഡിവൈസ്. ഇപ്പൊ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരു 2-3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വിചാരിക്കുക. നമ്മളത് റീസെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെന്റ് ഐറ്റംസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം ബട്ടൺ അപ്പുറത്ത് ഒരു ബട്ടൺ ഉണ്ടാവും, കണ്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഇതുവരെ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓൺ ആയി വന്നാലും ഈ റീസെന്റ് ആപ്ലിക്കേഷൻസ് അവിടെ അപ്പോഴും നമുക്ക് കിട്ടും, അവൈലബിൾ ആയിരുന്നു. അത് ക്ലോസ് ആയി പോയിണ്ടാവില്ല. ആ ഒരു കൺസെപ്റ്റ് ആഡ് ചെയ്ത് വന്ന എവിടെയായിരുന്നു? 5.0 ദ ന്യൂ 15 ലാംഗ്വേജസ് വർ ആഡഡ്. എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നു. സ്മാർട്ട് ലോക്ക് ആഡഡ്. സ്മാർട്ട് ലോക്ക് ഉദ്ദേശിച്ച് നമുക്ക് മെയ്സ് ലോക്ക് ഒക്കെ പറയാറില്ലേ, ആ കൺസെപ്റ്റ്, പാറ്റേൺ ലോക്ക് ആണ്, അങ്ങനെയുള്ള സ്മാർട്ട് ലോക്ക് ആഡ് ചെയ്ത് വന്നു. ഇത്രയും വെർഷൻസ് ആഡ് ചെയ്ത് വന്നത് 5.0 ലോലിപോപ്പിലാണ്. 5.0 ലോലിപോപ്പിലാണ് ആഡ് ചെയ്ത് വന്നത്. വെർഷൻ നോക്കി, ലോലിപോപ്പ് കണ്ടുണ്ടാവും അല്ലെ. ഇതൊരു സിമ്പിൾ ആണ്. ദെൻ ആക്ച്വൽ ലോലിപോപ്പ് ഇതായിരിക്കുന്നു, പല തരത്തിലുള്ള ലോലിപോപ്സ്. ഓക്കെ. നെക്സ്റ്റ് ആൻഡ്രോയിഡ് 6.0 മാഷ്മെല്ലോ ഇൻട്രൊഡ്യൂസ് ഡോസ് മോഡ് ടു റെഡ്യൂസ് CPU സ്പീഡ് വെൻ സ്ക്രീൻ ഈസ് ഓഫ് മോഡ്. ഓക്കെ. ഡോസ് മോഡ് ആണ്. ഡോസ് മോഡ് എന്നാൽ DOZE, ഡോസ് മോഡ്. ഡോസ് മോഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ CPU റൺ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, CPU സ്പീഡ്. ദെൻ വെൻ സ്ക്രീൻ ഈസ് ഓഫ് മോഡ്. സ്ക്രീൻ ഓഫ് മോഡ് ആയിരിക്കുമ്പോൾ നമ്മളൊന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ മാത്രമേ റൺ ആവുള്ളൂ. അപ്പൊ അത് വർക്ക് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് മാത്രമേ, അതിനു വേണ്ടി മാത്രമേ CPU യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലോ ആയിട്ടുള്ള പവർ ഡിവൈസ് ആക്സസ് ചെയ്യുള്ളൂ. കാരണം ബാറ്ററി അത്ര പെട്ടെന്ന് ഡ്രൈ ആയത് പോകില്ല. ഓക്കെ. അപ്പോൾ CPU സ്പീഡ് എന്ത് ചെയ്യാം, ഇതുവരെ റെഡ്യൂസ് ചെയ്യാം, ഡോസ് മോഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ദെൻ അതുകൊണ്ട് തന്നെ അത് ഇൻട്രൊഡ്യൂസ് വളരെ വളരെ നന്നായിട്ട് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും, ഫാസ്റ്റ് എക്സിക്യൂഷൻ നടക്കാൻ പറ്റും. കാരണം സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാത്രമേ റൺ ആവുള്ളൂ. പക്ഷെങ്കിൽ കറണ്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ഡോസ് മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഫിംഗർ പ്രിന്റ് റീഡർ സപ്പോർട്ട്. ഫിംഗർ പ്രിന്റ് എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ആ ഫിംഗർ പ്രിന്റ് എന്ന കണ്ടന്റ് വരാൻ തുടങ്ങിയത് ഈ 6.0 വെർഷനിലാണ്. 4K ഡിസ്പ്ലേ മോഡ് ഫോർ ആപ്സ്. പല ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന 4K വർക്ക് ചെയ്യണം. ആപ്ലിക്കേഷനിൽ ഒക്കെ വർക്ക് ചെയ്യും, പക്ഷെ അത് ഈ ആൻഡ്രോയിഡ് ഡിവൈസും കൂടെ 4K സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് 4K ആഡ് ചെയ്ത കണ്ടന്റ് ആണ് ഈ ഒരു 6.0 എന്ന് പറഞ്ഞ വെർഷൻ. മിഡി സപ്പോർട്ട്. മിഡി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ്. ഓക്കെ. ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഓഡിയോ സപ്പോർട്ടും കൂടെ ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ USB ടൈപ്പ് C സപ്പോർട്ട്. ന്റെ ടൈപ്പ് 2.0 വെർഷൻ ആണ്. അതിന് ടൈപ്പ് സിയും കൂടെ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വെർഷൻസ് ഇറങ്ങി. അത് എല്ലാ ഫോണിലും ഇല്ല, ചില ഫോണുകളിലെ ടൈപ്പ് C ഉള്ളൂ. ഓക്കെ. ദെൻ അതിന്റെ വെർഷൻ നോക്കിയേ, ആൻഡ്രോയിഡ് 6.0 മാഷ്മെല്ലോ. സിമ്പിൾ ആണ്. ദെൻ അതിന്റെ ആക്ച്വൽ പിക്ചർ മാഷ്മെല്ലോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ 7.0 നോഗട്ട്. ടു യൂസ് 2 or more ലാംഗ്വേജ് അറ്റ് എ സെയിം ടൈം. 2-3 ലാംഗ്വേജ് ഒരേ സമയം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ആപ്സ് ആൻഡ് റൺ 2 ആപ്ലിക്കേഷൻ സൈഡ്. മുകളിൽ ഒരു സ്ക്രീനിൽ ഒരു ആപ്ലിക്കേഷനും താഴെ വേറെ സ്ക്രീനിൽ വേറൊരു ആപ്ലിക്കേഷനും, 2 ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. 2 ആപ്ലിക്കേഷൻസ് സൈഡ് ബൈ സൈഡ്, 2 സൈഡിലായിട്ട് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോഗട്ട് വെർഷൻ 7.0. ഗെയിം ചാർജർ വിത്ത് ഹൈ പെർഫോമൻസ് 3D ഗ്രാഫിക്സ് വിത്ത് ഷാർപ്പർ ഗ്രാഫിക്സ് ആൻഡ് ഐ ക്യാൻഡി എഫക്ട്. ഇത് നമുക്ക് 3D നമുക്ക് എങ്ങനെയാണ് കണ്ടുകൊണ്ട് കണ്ടിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു എഫക്ട് കിട്ടാൻ, കാരണം ഐ ക്യാൻഡി എഫക്ട് എന്ന് പറഞ്ഞാൽ കണ്ണിനഞ്ചിപ്പിക്കുന്ന എഫക്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഓരോരുത്തർക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഗെയിം കളിക്കുമ്പോഴുള്ള ഫീച്ചേഴ്സ് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് നോഗട്ട് വെർഷനിലാണ്. വെർച്വൽ റിയാലിറ്റി മോഡ്. ഓക്കെ. നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ഒക്കെ ഇതുപോലെ കിട്ടും. ഇപ്പൊ പബ്ജിയിലൊക്കെ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം, ഞാൻ കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി യൂസ് ചെയ്താൽ കണ്ടത് വെർച്വൽ റിയാലിറ്റി മോഡ്, ഡേ ഡ്രീം റെഡി ഫോൺസ്, അതിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള കണ്ടന്റുകളാണ് 7.0 ആഡ് ചെയ്ത് വന്നത്. സീംലെസ് അപ്ഡേറ്റ്സ്, വളരെ ചെറിയ അപ്ഡേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാം. കാരണം ഇതൊരു ചെറിയ ഇപ്പൊ 4.0 5.0 മുതൽ പിന്നെ എന്ത് വരാൻ തുടങ്ങി, 6.0 7.0 ഒക്കെ കംപ്ലീറ്റ് വെർഷൻ ചേഞ്ച് ചെയ്യാണ്. ചെറിയ വെർഷൻസ് അല്ല കിട്ടുന്നത്.
അപ്പോൾ അത് കാരണം എന്ന് പറയാൻ കാരണം ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഓട്ടോമാറ്റിക് സിസ്റ്റം അപ്ഡേറ്റ് നടന്നു വരും അല്ലെ. ബാക്ക്ഗ്രൗണ്ടിൽ സിസ്റ്റം അപ്ഡേറ്റ് പറഞ്ഞ മെസ്സേജ് നമുക്ക് വരാറുണ്ട് അല്ലെ. അത് മെയിൻ അപ്ഡേഷൻസ്. ആ അപ്ഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് എൻ്റർ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്യാതെ തന്നെ ചെറിയ ചെറിയ സീംലെസ് അപ്ഡേഷൻസ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ബൂട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബൂട്ട് ചെയ്ത് ഡാറ്റാബേസിൽ കറന്റ് ആപ്ലിക്കേഷൻ ഹോം പേജിൽ എത്തുന്നുണ്ട്. ഡാറ്റ സേവർ ഓക്കെയാണ്. നോട്ടിഫിക്കേഷൻ കൺട്രോൾ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കണ്ടന്റുകളാണ്. ബേസിക് ആയിട്ട് നമുക്ക് ആകെ വരുന്ന ഒരു 3-4 കാര്യങ്ങൾ ഓർത്തിരിച്ചാൽ മതി. ഇതൊക്കെ എക്സ്ട്രാ വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ കൺട്രോൾ, ഫയൽ ബേസ്ഡ് എൻക്രിപ്ഷൻ കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് നോഗട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൊബൈലാണ് ഈ കാണിക്കുന്നത്. ദ ന്യൂ LG V20 എന്ന് പറഞ്ഞ മൊബൈൽ. ഈ മൊബൈലിലാണ് നോഗട്ടിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ നടന്നുള്ളത്. ഓക്കെ, ആദ്യ വെർഷൻ നോക്കിയേ. ഇതാണ് നോഗട്ടിന്റെ വെർഷൻ. നോഗട്ട് അത് ആൻഡ്രോയിഡ് 7.0. ഓക്കെ, അതിന്റെ സിമ്പിൾ ആണ് കാണിക്കുന്നത്. ഇതന്നെ അതിന്റെ സ്വീറ്റ് നോക്കി, നോഗട്ട് അല്ലെ, കണ്ടുണ്ടാവും, കഴിച്ചിട്ടും ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 8.0, ദാറ്റ് ഈസ് ഒറിയോ. വളരെ ഫേമസ് ആണ് ഒറിയോ അല്ലെ. പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞ കണ്ടന്റ് അല്ല ആഡ് ചെയ്ത് വന്നുള്ളത്. പിക്ചർ ഇൻ പിക്ചർ, അതായത് ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ, ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണാൻ, ആ സമയത്ത് ഒരു കോൾ വന്നു. അപ്പൊ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു. ഈ കോൾ അറ്റൻഡ് ചെയ്തതിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ്, വാട്സാപ്പ് മെസ്സേജ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അത് ഈ യൂട്യൂബിന്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സ്ക്രീൻ ആക്കിയിട്ട്, ഇപ്പൊ ചെറിയൊരു ചതുരത്തിൽ സ്ക്രീൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്സാപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അതിന്റെ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പൊ മാപ്പ് വ്യൂ, ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ മാപ്പ് ചെറിയൊരു വിൻഡോ ആയിട്ട് നമുക്ക് താഴെ ഇവിടെ കാണാൻ പറ്റും. അത് ഒറിയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഡിവൈസ് ആയിരിക്കാം കേട്ടോ. ആൻഡ്രോയിഡ് 8.0 ഉള്ള ഡിവൈസിലാണെങ്കിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പിക്ചർ ഇൻ പിക്ചർ. ഒരു പിക്ചറിന്റെ മുകളിൽ വേറൊരു പിക്ചർ, രണ്ട് പിക്ചറും ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം, വർക്ക് ചെയ്യിപ്പിക്കാം. ദെൻ പാസ്വേഡ് ഓട്ടോഫിൽ. പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ബാക്കിയുള്ള കണ്ടന്റ് വരും. നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ടൈപ്പ് ചെയ്യുമ്പോൾ COMP ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വരും ടെക്സ്റ്റ്. വാട്സാപ്പിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അതുപോലെ പാസ്വേഡും അതുപോലെ ഓട്ടോഫിൽ ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്, അതാണ് ഒറിയോയിൽ വന്നത്. സ്നൂസ് നോട്ടിഫിക്കേഷൻ എക്സ്ട്രാ, അതിന്റെ ഫീച്ചേഴ്സ്, നോട്ടിഫിക്കേഷൻ ഡോട്ട് ഫീച്ചേഴ്സ്. ദെൻ ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഫീച്ചേഴ്സ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ന്യൂ ഇമോജി സ്റ്റൈലിംഗ്, ഇമോജീസിന്റെ എക്സ്ട്രാ കൂടുതൽ ഇമോജീസ് ആഡ് ചെയ്തു. സ്മാർട്ട് ടെക്സ്റ്റ് സെലക്ഷൻ, ഓട്ടോ എനേബിൾ വൈഫൈ. ഇപ്പൊ എക്സെൻഡർ ഒക്കെ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് വൈഫൈ ഓൺ ആവുമല്ലോ, ആ ഒരു ഫീച്ചർ. വൈഫൈ ഒരു സർവീസ് ആണ്, ആ സർവീസ് എനേബിൾഡ് ആക്കാനുള്ള ഓട്ടോമാറ്റിക് ഉള്ള ഫീച്ചർ. ഇപ്പൊ നമ്മൾ മുമ്പ് ഡിവൈസിൽ അത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സ്ചെഞ്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, എക്സ്ചെഞ്ചർ അല്ലെങ്കിൽ ഷെയർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ ചോദിക്കും, നിങ്ങളെ വൈഫൈ ഓൺ ചെയ്യണമെന്ന് ചോദിക്കും. വൈഫൈ ഓൺ ചെയ്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വൈഫൈ ഓൺ ചെയ്താൽ മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത് ആ ചോദിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കി. എക്സെൻഡർ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ വൈഫൈ ഓൺ ആക്കിയാൽ മാത്രമേ അതിന്റെ വർക്ക് നടക്കുള്ളൂ. അപ്പൊ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആവും. സോ ഓട്ടോ എനേബിൾ വൈഫൈ. ക്ലിയർ അല്ലേ? ഇതാണ് ഒറിയോ 8.0 ഒറിയോ എന്ന് പറഞ്ഞ കണ്ടന്റ് ഒറിയോ. അതുപോലെ ഒറിയോയുടെ പിക്ചർ നോക്കിയേ, എല്ലാവർക്കും അറിയണായിരിക്കും അല്ലെ, ഒറിയോ ബിസ്ക്കറ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് തന്നെ ആൻഡ്രോയിഡ് 9.0 സ്പൈ. ടാപ്പ് ഇൻ ടു ഗസ്റ്റേഴ്സ് അല്ലെ, ആംഗ്യ ഭാഷ, നമ്മളെ ആംഗ്യ സൈൻ കാണിച്ചു കൊടുത്തതിന് അത് ഓട്ടോമാറ്റിക് അത് ഡിറ്റക്ട് ചെയ്യും. അതിനുള്ള സെൻസേഴ്സ് അവൈലബിൾ ആണ്. സ്മാർട്ടർ ബാറ്ററി അല്ലെ, വളരെ ഇൻബിൽഡ് ആയിട്ടുള്ള ബാറ്ററികളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്മാർട്ടർ ബാറ്ററി കപ്പാസിറ്റി ലെങ്തി ആണെങ്കിൽ പോലും 2-3 ദിവസം വരെ നമ്മൾ യൂസ് ചെയ്താലും, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ടോക്ക് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ബാറ്ററി കംപ്ലീറ്റ് കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന ബാറ്ററി മെയിൻ്റെനൻസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. സ്മാർട്ടർ ബാറ്ററി എന്ന കൺസെപ്റ്റ് ആണത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നെറ്റിൽ വായിച്ചു നോക്കി മനസ്സിലാക്കും എന്താണ് സ്മാർട്ടർ ബാറ്ററി എന്ന് ഉദ്ദേശിച്ചത് 9.0-ല്. ഓക്കെ, ദെൻ അഡാപ്റ്റീവ് ബ്രൈറ്റ്നെസ് നമുക്ക് വേണ്ട രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും. നമ്മൾ നോക്കുന്നതനുസരിച്ചും ഓട്ടോമാറ്റിക് നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷമുള്ള ബ്രൈറ്റ്നസ് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്. ഇംപ്രൂവ് നോട്ടിഫിക്കേഷൻ മുകളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള കണ്ടിന്യൂസ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി, അതുപോലെ അതിലുള്ള ഫീച്ചേഴ്സ്. അത് ഓരോ ഫോണിലും ഡിഫറെന്റ് ആണ് എങ്കിലും 9.0 എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേഷനിൽ കറക്റ്റ് ആയിട്ട് അത് ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട് ഓരോ ഡിസ്ക്രിപ്ഷനിൽ. നോക്കുക, ഈ നോട്ടിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഓൺ 9.0 പൈ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗൂഗിളിൽ അതിന്റെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ദെൻ ആപ്പ് ആക്ഷൻസ്, ഓരോ ആപ്ലിക്കേഷനിലും സെപ്പറേറ്റ് ആക്ഷൻസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ഫീച്ചേഴ്സ്, കൂടുതൽ ആക്ഷൻസ് വന്നിട്ടുണ്ട്. ആപ്പ് നമ്മൾ സെറ്റിംഗ്സ് പോയിട്ട് ആപ്സ് ക്ലിക്ക് ചെയ്തില്ലേ, അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിലുള്ള ഫീച്ചേഴ്സ്, അതിന്റെ ആക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ വെർഷൻ നോക്കിയേ, ആൻഡ്രോയിഡ്
9.0 ഇതാണ് ആൻഡ്രോയിഡ് പൈ എന്നുള്ള കണ്ടന്റ്. ഓക്കെ, 9.0 ആൻഡ്രോയിഡ് പൈ ഇതിന്റെ വെർഷൻ ആണ്. ദെൻ അതിന്റെ സ്വീറ്റ് ആൻഡ്രോയിഡ് പൈ, സോറി ഇതാണ് പൈ എന്ന് പറഞ്ഞ സ്വീറ്റ്. ഓക്കെ, സോ ഇത്രയും വെർഷൻസ് അവര് ബൈ ഡീഫാൾട്ട് ആയിട്ട് ഓരോ സ്വീറ്റ് നെയിം ആയിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ പോയി. ദെൻ ആൻഡ്രോയിഡ് 10.0 ഇത് സെപ്പറേറ്റ് നെയിം ഒന്നും അവർ കൊടുത്തില്ല. ആൻഡ്രോയിഡ് 10.0 എന്നുള്ള കൺസെപ്റ്റാണ് കൊടുത്തത്. ഇതാണ് അവർ നെയിമായി റെപ്രസെന്റ് ചെയ്തത്. സ്വീറ്റ് നെയിം കൊടുത്തില്ല. ലീവ് ക്യാപ്ഷൻ, സ്മാർട്ട് റീപ്ലേ, സൗണ്ട് ആംപ്ലിഫയർ, ഗസ്റ്റർ നാവിഗേഷൻ, ഡാർക്ക് തീം, പ്രൈവസി കൺട്രോൾ, ലൊക്കേഷൻ കൺട്രോൾ, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, ഫോക്കസ് മോഡ്. ഇത്രയും ഫീച്ചേഴ്സ് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കണ്ടത് ഇവിടെ. ഇത് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഇനിയുണ്ട്. കാരണം ഓരോ വർഷം കൂടുമ്പോഴും ലേറ്റസ്റ്റ് വെർഷൻ വരുമ്പോൾ മാക്സിമം വെർഷൻസ് കണ്ടന്റിൽ ആഡ് ചെയ്യാൻ നോക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്ന വെർഷൻസ് ആണ് ഈ ഒരു ഐറ്റംസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ്രോയിഡ് 10ന്റെ വെർഷൻ നോക്കിയേ, ഇതാണ് ആൻഡ്രോയിഡ് 10. ഓക്കെ, 10 എന്ന് പറഞ്ഞാൽ പൈ കഴിഞ്ഞ് ഇറങ്ങിയ വെർഷനാണ് 10. അപ്പൊ ക്യൂ എന്ന രൂപത്തിലാണ് വരുന്നത്. അതാണ് ഈ ഒരു സിമ്പിൾ കണ്ടോ, ഇവിടെ ഒരു സർക്കിള് ക്യൂ കണ്ടോ, ഒരു വര കൊടുത്തിട്ട് അതിനാണ് ആൻഡ്രോയിഡ് 10 എന്നുള്ള കൺസെപ്റ്റിലായിട്ട് മാറിയുള്ളത്. സെപ്പറേറ്റ് സ്വീറ്റ് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആൻഡ്രോയിഡ് 10 എന്നുള്ളത് ക്യൂ എന്നുള്ള വെർഷൻ ആക്കിയിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആൻഡ്രോയിഡ് 11. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. വൺ ടൈം പെർമിഷൻ ടു ഓട്ടോ റീസെറ്റ്. ഇപ്പോഴൊക്കെ നമ്മൾ ഓട്ടോ റീസെറ്റ് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഫോൺ റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു 5-6 തവണ ഓരോ പെർമിഷൻ ചോദിക്കാറുണ്ട്. ആ പെർമിഷൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് തന്നെ എന്ത് ചെയ്യും, ഓട്ടോ റീസെറ്റ് ഓക്കെ ചെയ്യും. ഡാർക്ക് തീം ഷെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ്സ് വയ പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോർ വഴി നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് 11 അപ്ഡേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ പ്രൈവസി ഫോർ എന്റർപ്രൈസ് യൂസേഴ്സ്. ഓക്കെ, പ്രൈവസി ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സ്മാർട്ട് ഡിവൈസ് കൺട്രോൾസ് അവൈലബിൾ ആണ്. കാരണം എക്സ്ട്രാ വരുന്ന സ്മാർട്ട് ഫോൺ പോലല്ലാതെ വേറെ വരുന്ന സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്. ആ സ്മാർട്ട് ഡിവൈസുമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ 11 ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം IoT എന്ന കൺസെപ്റ്റ് ഒക്കെ വരാൻ പോലില്ലേ, അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. IoT പല ഡിവൈസസുകളും. അപ്പൊ അത് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടെ ഇതിലുണ്ട്, 11.0 അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി, നോട്ടിഫിക്കേഷൻ ഓരോ അപ്ഡേഷനിലും ഈ നോട്ടിഫിക്കേഷൻ ബാർ ചേഞ്ച് വരും കേട്ടോ, എല്ലാ ആപ്ലിക്കേഷൻസിലും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കണം, അതിൽ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. മാത്രമല്ല നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ആഡ് ചെയ്ത കണ്ടന്റ് ആണ് 11.0. ദെൻ ചാറ്റ് ബബിൾസ്. ഓക്കെ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ്. കാരണം ഇപ്പൊ ഈ 11.0 നമുക്കൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഒരു അട്രാക്ഷൻ ആണ് 3D ലുക്ക് ഒക്കെ രൂപത്തിൽ. ദെൻ ആൻഡ്രോയിഡ് 11 സ്ക്രീൻ റെക്കോർഡർ. 11 തന്നെ എന്ത് ചെയ്യും, സ്ക്രീൻ റെക്കോർഡർ ബൈ ഡീഫാൾട്ട് സ്ക്രീൻ റെക്കോർഡർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ട് ചേഞ്ച് ചെയ്യല്ലോ, അപ്പൊ സ്ക്രീൻ റെക്കോർഡിലൊക്കെ വളരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് അതിൽ തന്നെ ഒരു ആൻഡ്രോയിഡ് 11 എന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ മീഡിയ കൺട്രോൾസ്, മീഡിയയിൽ തന്നെ ഈ ഒരു സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ മീഡിയ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടന്റുകൾ, നോർമൽ പ്ലേ ബട്ടൺ, റെക്കോർഡ് ബട്ടൺ, അതുപോലെ ഫോർവേഡ്, ബാക്ക്വേഡ് ഇങ്ങനെയുള്ള ബട്ടൺസ് ഒഴികെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ കൺട്രോൾസ് കിട്ടിയിട്ടുണ്ട്, മീഡിയ കൺട്രോൾസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പ്ലെയറിലും, ബൈ ഡീഫോൾട്ട് വർക്ക് ചെയ്യുന്ന പ്ലെയേഴ്സിലല്ല. ഓക്കെ, സോ ഇത്രയും കണ്ടന്റ് ആണ് 11.0 ഉള്ളത്. നമുക്ക് അതിന്റെ വെർഷൻ ഒന്ന് നോക്കാം. ഇതാണ് 11 ആൻഡ്രോയിഡ് 11 എന്ന് പറഞ്ഞ കണ്ടന്റ്. ഇതിപ്പോ അവൈലബിൾ അല്ല നമുക്ക് ഇവിടെ, അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെ ആയിരിക്കും ഇതിന്റെ കണ്ടന്റ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ആൻഡ്രോയിഡിന്റെ കംപ്ലീറ്റ് വെർഷൻ നമ്മൾ സിലബസ് പ്രകാരം 7 വരെയായിട്ട് പറയണോ, നോഗട്ടും ഇല്ല, മാഷ്മെല്ലോ വരെയാണ് നമ്മുടെ സിലബസ് പ്രകാരം പറയുന്ന കൺസെപ്റ്റ് ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ എല്ലാ വെർഷൻസും കവർ ചെയ്ത് കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സെപ്റ്റംബറിൽ ഈ ഒരു ലോക്ക്ഡൌൺ കൺസെപ്റ്റിൽ തന്നെ ഇറങ്ങിയ വെർഷൻ 11.0 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ആൻഡ്രോയിഡ് ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെ വരുന്നതാണ് കൺസെപ്റ്റ്, ബ്ലാങ്ക് ആയിരുന്നല്ലേ, 1.0 1.1 ഈ ഒരു കണ്ടന്റ് ആയിരുന്നു നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇവര് നെയിമില്ല, ABC എന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. അപ്പൊ C മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ AB എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ആൽഫ എന്നും രണ്ടാമത്തെ ബീറ്റ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒഫീഷ്യലി ഡിക്ലെയർ അല്ല, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആക്കിയിട്ടുള്ളത്. സോ ആൽഫ, ബീറ്റ, എയും ബിയും കിട്ടി. ദെൻ C ഫോർ കപ്പ് കേക്ക്, D ഡോണറ്റ്, എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണി കോംബ്, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, മാഷ്മെല്ലോ, നോഗട്ട്, ഒറിയോ, പൈ, ആൻഡ്രോയിഡ് 10 ആൻഡ് ആൻഡ്രോയിഡ് 11. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് 2019 ഈ ഒരു വെർഷൻ റിലീസ് ചെയ്തത്. സെപ്റ്റംബർ 3 ആൻഡ്രോയിഡ് 10 റിലീസ് ചെയ്ത്. ആൻഡ്രോയിഡ് 11 റിലീസ് ചെയ്ത് അതും സെപ്റ്റംബറിലാണ്, 2020 ഇത് അറേഞ്ച് ചെയ്തത്. API ലെവലൊക്കെ പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ബേസിക് സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ആണ്.
നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.